ഒരു ഷോർട്ട് ഫിലിമിൽ എടുത്ത് തീർക്കേണ്ട സാധനം ഒരു സിനിമയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഭയങ്കര പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇരുന്ന് പ്രൊമോഷനും കോമഡിയുടെയും പരിപാടികളും. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി മറ്റേ ഒരു പത്രസമ്മേളനം നടത്തി ഒരു പയ്യനെ ചൊറിയും പിടുത്തവും. അവൻ ചോദിച്ച കാര്യങ്ങൾ കേട്ടിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. കാര്യം നിങ്ങൾ പൈസ മറ്റേ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പരിപാടി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് അവൻ കുറച്ച് ചൊറിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, 10-15 സിനിമകളിൽ അഭിനയിച്ചിട്ട് ഒരു സിനിമ പോലും നല്ലതല്ലെന്ന് മാത്രമല്ല അതിനൊക്കെ വന്നിരുന്ന് വമ്പം പ്രൊമോഷനും കൊടുത്ത് ആളുകളെ പറ്റിച്ച് സിനിമ തിയേറ്ററിൽ കയറ്റുക എന്നുള്ള പരിപാടി കണ്ടുകൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ തന്നെ സംസാരിച്ചത്. ഈ സിനിമ രക്ഷപ്പെടണം എന്ന് ഇവർക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ധ്യാൻ ശ്രീനിവാസൻ തന്നെ തിരക്കഥ ചെയ്ത സിനിമയാണല്ലോ. ഇതിനു മുമ്പ് തിരക്കഥ ചെയ്ത സിനിമയും മറ്റേ കൊണ്ട് കയറി കൊളുത്തിയില്ല. പക്ഷേ ഇത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഇവർക്ക് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും പ്രൊമോഷൻ ചെയ്തത്. പക്ഷേ സിനിമയിലുണ്ടല്ലോ, ഇത് നടന്ന സംഭവം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സിനിമയ്ക്ക് ഒരു ഊർജ്ജം വേണം. എന്ത് സംഭവങ്ങളും ഊർജ്ജം വേണം. ബേസിക്കലി കാണിക്കുന്നത് ഒരു ബാച്ചിലർ പാർട്ടിയും പരിപാടികളൊക്കെയാണ്. പല ക്യാരക്ടേഴ്സും വായിക്ക് അകത്ത് വെച്ച് സംസാരിക്കുന്നതിനൊക്കെയാണ് തോന്നിയിരിക്കുന്നത്. കുറച്ച് കോമഡി ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ചിരി വരുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരു 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 ഷോർട്ട് ഫിലിമിൻ്റെ കണ്ടതിൻ്റെ ഒരു ഭംഗി പോലും ഇല്ലാത്ത രീതിയിൽ വളരെ നോർമൽ രീതിയിൽ വളരെ ഒരു എന്താ പറയുക ഒരു തട്ടിക്കൂട്ട് പരിപാടിയിൽ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒട്ടും എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റത്തില്ല. OTT-ലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം അവിടെ ഇവിടെ കുറച്ച് തമാശകൾ വന്നിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് പിഷാരടീനെ സിനിമയിൽ കണ്ടിട്ട് ചിരി വരുന്ന. പുള്ളി ആ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അജുവിന് വലിയ സീനൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്തു. ഈ സിനിമയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജീവയാണ്. ജീവ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ജീവയ്ക്ക് കുറച്ച് നല്ല റോൾസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പുള്ളി കാരണം മാത്രമാണ് പടം അല്പമെങ്കിലും കണ്ടിരിക്കാൻ സാധിച്ചത്. കുറെ പൊട്ടപ്പടങ്ങൾ ചെയ്ത് പൊട്ടിച്ചതിൻ്റെ ബേസിൽ ഇനിയിപ്പോൾ നാളെ ഇവരൊക്കെ സീരിയസ് ആയിട്ടൊരു സിനിമ കൊണ്ടുവരുമ്പോൾ പോലും ആളുകൾ ആ കണ്ണിലൂടെ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ തീരുമാനിച്ച് ഇവർക്കൊക്കെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിൽ കൊള്ളാം. അപ്പം ഓക്കെ.